Good morning, my dear students. Today, let us move on to the second session of the first chapter, that is The Three L's of Empowerment by Christine Lagarde. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തുടക്കത്തിൽ ഒരു പകുതിയോളം ഇംഗ്ലീഷിൽ ആണ് ക്ലാസ് എടുത്തത്. ബാക്കിയുള്ള ഭാഗം പകുതിക്ക് ശേഷം മലയാളത്തിലെ അതിൻ്റെ എക്സാക്റ്റ് തർജ്ജമ പ്രിയ വിദ്യാർത്ഥികൾക്കായിട്ട് ഞാൻ തന്നിരുന്നു. അതുകൊണ്ട് ക്ഷമയോടെ നിങ്ങൾ അവസാനം വരെ അത് കേട്ടാലേ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഗ്രാഹ്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സാർ എന്തിനാന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു പകുതിയോളം ഇംഗ്ലീഷിൽ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ലാംഗ്വേജ് അക്വയറിംഗ് ഡിവൈസ് എന്നു പേരുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ വ്യക്തികളും ലാംഗ്വേജുകൾ പഠിച്ചെടുക്കുന്നത്. അത് ഉപബോധ മനസ്സിലെ ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്പേസാണ്, അതിൻ്റെ ഒരു ശക്തിയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ പിഞ്ചോമനകൾ കുട്ടികൾ ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മ അച്ഛൻ എന്നൊക്കെ തനിയെ പറയാൻ തുടങ്ങുന്നത്. അവർ മറ്റ് ഒരു തരത്തിലുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ട്യൂഷനോ പോയിട്ടല്ല അത്തരം വാക്കുകൾ തനിയെ പഠിച്ച് പ്രയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. ആ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നമ്മുടെ ഉപബോധ മനസ്സിൽ ഉള്ളതിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഏത് ലാംഗ്വേജാണോ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ലാംഗ്വേജിൽ തന്നെ ഒരുപാട് ഒറേഷൻസും ഒരുപാട് സ്പീച്ചസും ഒരുപാട് ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലാംഗ്വേജിൽ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രോളും അല്ലെങ്കിൽ ഒരു അതിൻ്റെ യൂസേജും നമുക്ക് കൈവശമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് സാറ് പലപ്പോഴും പല ക്ലാസ്സുകളിലും നല്ല ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാനലുകൾ, നാഷണൽ ജിയോഗ്രഫിക് ചാനൽ, ഡിസ്കവറി ചാനൽ, അങ്ങനെ ചില ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ കാണാനായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് തനിയെ പഠിച്ചെടുക്കും നമ്മുടെ ഉപബോധ മനസ്സ്. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ലാംഗ്വേജ് കനോട്ട് ബി ലേൺഡ് ഓർ ബൈ ഹാർട്ടഡ്, ലാംഗ്വേജ് ക്യാൻ ബി ഓൺലി അക്വയർഡ് എന്ന് പറഞ്ഞാൽ അത് തനിയെ നമ്മുടെ ബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. ഈ ഒരു കാരണത്താലാണ് സാറ് ആദ്യ ക്ലാസ്സിൻ്റെ പകുതിയോളം ഇംഗ്ലീഷിൽ തന്നെ കൺവേ ചെയ്തത്. അതിനുശേഷം അതിൻ്റെ എക്സാക്റ്റ് തർജ്ജമ മലയാളത്തിൽ പറഞ്ഞു തന്നത്. ഇതുപോലെ തന്നെയായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകൾ. നമ്മുടെ വിദ്യാർത്ഥികളുടെ നന്മയ്ക്കും അവർക്ക് ഭാഷാ പരിചയം കൂടുവാനും അതുപോലെ തന്നെ പരീക്ഷയിൽ നല്ല മാർക്ക് നേടുവാനുള്ള ഒരു മെത്തേഡാണ് ഈ ലാംഗ്വേജ് അക്വിസിഷൻ. അപ്പോൾ നമുക്കിനി പാഠത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പാഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു രത്ന ചുരുക്കത്തിൽ അധികമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ചില പ്രത്യേക വാക്കുകൾ ശ്രദ്ധിക്കാം. മീനിങ്സ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ്, ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥമാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആ വാക്കുകളുടെ അർത്ഥം പറഞ്ഞതിനേക്കാൾ മുന്നേ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇങ്ങനെ നമ്മൾ പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ ആ വാക്കുകൾ തന്നെയാണ് നമ്മുടെ ബോധ മനസ്സിലെത്തുന്നതും പിന്നീട് അത് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒന്ന് ആക്റ്റീവ് വൊക്കാബുലറിയും ഒന്ന് പാസീവ് വൊക്കാബുലറിയും. ആക്റ്റീവ് വൊക്കാബുലറി ആകുന്നത് ഈ പാസീവായിട്ട് കിടക്കുന്ന വാക്കുകളാണ്. നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ വാക്കുകൾ കയറുകയും ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് നമുക്ക് ഏതാണ് അതിൻ്റെ അർത്ഥമെന്ന് അറിയാൻ സാധിക്കും, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത്തരം വാക്കുകളെയാണ് നമ്മൾ പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി നമ്മൾ ഭാഷാപരിചയം നേടി നമ്മൾ കുറേ വായിച്ചും കേട്ടും ഗ്രഹിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാസീവായിട്ട് കിടക്കുന്ന വൊക്കാബുലറികൾ അത് ആക്റ്റീവ് വൊക്കാബുലറി ആയിട്ട് മാറും. പിന്നീട് നമ്മൾ കൺവേ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ വാക്കുകൾ ആക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതായത് റോം എന്ന് പറയുന്ന ആ ഒരു പട്ടണം, വലിയ പട്ടണം ഒരു ദിവസം കൊണ്ട് പണിതല്ല എന്ന്. അതുപോലെ തന്നെയാണ് ഭാഷയും. ഭാഷ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് ക്രമേണയും ഗ്രാജുവലി ആണ് നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് ഇപ്പോൾ നമ്മളൊരു വീട് പണിയുമ്പോൾ ആദ്യം അതിൻ്റെ തറ പണിത് അതിന് കല്ലുകൾ വെച്ച് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഭാഷ പഠിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ
നമ്മൾ നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തൽ കുളത്തിൽ ഇറങ്ങിയാൽ തന്നെയാണ് നമുക്ക് നീന്തി തന്നെയാണ് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഭാഷ പഠിക്കണമെങ്കിൽ ഭാഷ ശ്രദ്ധിച്ചും ഗ്രഹിച്ചും വായിച്ചും എഴുതിയും പഠിക്കണം. ശ്രദ്ധയോടെ നമ്മൾ ഭാഷ ഗ്രഹിക്കുമ്പോഴാണ് നമുക്കത് ഭാഷ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ഈ മീനിങ്സ് പഠിക്കുന്നതിന് അതിൻ്റേതായ പ്രായോഗികതകളും ഇംപ്ലിക്കേഷൻസും ഉണ്ട്. ഇനി നമുക്ക് ആ വാക്കുകളിലേക്ക് വരാം. ഇമാൻസിപ്പേഷൻ എന്ന വാക്ക് ക്രിസ്റ്റീൻ ലഗാർഡ് ഈ പാഠസന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥം ഗിവിങ് ഫ്രീഡം എന്നാണ്, അതായത് സ്വാതന്ത്ര്യം കൊടുക്കുക. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നാണ്. അടുത്ത വാക്ക് എംപവർമെന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എംപവർമെന്റ് എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഗിവിങ് പവർ അഥവാ ശാക്തീകരണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് ശാക്തീകരണം നൽകണം അഥവാ അവർക്ക് അധികാരങ്ങളും അവർക്ക് അവകാശങ്ങളും കൊടുക്കണം എന്നാണ് എംപവർമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് റിക്വിസിറ്റ്സ് ഇവിടെ ട്യൂബ്ലൈറ്റ് വെളിച്ചം വീഴുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാം. REQUISITES. റിക്വിസിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് നീഡഡ് അഥവാ ആവശ്യമുള്ള സാധനങ്ങൾ. റിക്വിസിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് നീഡഡ് അഥവാ ആവശ്യമുള്ള സാധനം. ഉദാഹരണത്തിന് നമുക്ക് ഫോർ പ്ലേയിങ് ബാസ്കറ്റ്ബോൾ വി റിക്വയർ ബാസ്കറ്റ്ബോൾ കോർട്ട്, ഫ്യൂ പ്ലെയേഴ്സ് ആൻഡ് ബാസ്കറ്റ്ബോൾ. അപ്പോൾ അതായത് ബാസ്കറ്റ്ബോൾ കളിക്കണമെങ്കിൽ ബാസ്കറ്റ്ബോൾ വേണം, ബാസ്കറ്റ്ബോൾ കോർട്ട് വേണം, കുറച്ച് കളിക്കാരും വേണം. അപ്പോൾ റിക്വിസിറ്റ്സ് ഫോർ ബാസ്കറ്റ്ബോൾ പ്ലേയിങ് ഈസ് ബാസ്കറ്റ്ബോൾ ആൻഡ് ബാസ്കറ്റ്ബോൾ കോർട്ട് ആൻഡ് സം പ്ലെയേഴ്സ്. അതുപോലെ നമുക്ക് ഇവിടെ റിക്വിസിറ്റ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ആവശ്യമുള്ള കാര്യങ്ങൾ. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എങ്ങനെ എംപവർമെൻറ്റ് വരുത്താം എന്നുള്ളതിൻ്റെ ആവശ്യകതകൾ എന്താണ് എന്നാണ് റിക്വിസിറ്റ്സ്. സോ ഈ റിക്വിസിറ്റ്സ് എന്ന പ്രയോഗം വരുന്നത് വാട്ട് ആർ ദ റിക്വിസിറ്റ്സ് ഫോർ വുമൺ എംപവർമെൻറ്റ്. നമുക്കതിൻ്റെ ഉത്തരം അറിയാം. ഞാനിപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ദ റിക്വിസിറ്റ്സ് ഫോർ വുമൺ എംപവർമെൻറ്റ് ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇത് വീണ്ടും ആവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക് എക്സാമിന് ഒരുപാട് വട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമായതുകൊണ്ടാണ്. അപ്പോൾ റിക്വിസിറ്റ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു, ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം, കമ്പാഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മേഴ്സി അഥവാ ദയ എന്നാണ്. കമ്പാഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മേഴ്സി അഥവാ ദയ എന്നാണ്. ഇവിടെ സ്ത്രീ സമൂഹം ദയ കാണിക്കണം എന്നാണ് ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത വാക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റിംഗ് എവരിബഡി ഇൻ, എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നാണ് ഇൻക്ലൂഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ത്രീകൾക്ക് അവസരം കൂടുതലായിട്ട് കൊടുക്കണം, അവരെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇൻക്ലൂഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ എന്ന വാക്ക് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ നേതൃത്വ പാഠവത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് സൂചിപ്പിക്കാനും ഇൻക്ലൂഷൻ എന്ന വാക്ക് ക്രിസ്റ്റീൻ ലഗാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രെജുഡിസ് എന്ന വാക്കാണ് അടുത്തത്. പ്രെജുഡിസ് എന്ന വാക്കിൻ്റെ അർത്ഥം മുൻവിധി. അതായത് മുൻകൂട്ടി ഒരു ധാരണയിൽ നമുക്ക് ഒരു ഡിസിഷനിലേക്കും എത്തിപ്പെടാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രെജുഡിസ് എന്ന വാക്കിൻ്റെ അർത്ഥം മുൻവിധി എന്നാണ്. ഇന്നേറ്റ് ടാലൻസ് ആണ് അടുത്ത വാക്ക്. ഇന്നേറ്റ് ടാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബോൺ എബിലിറ്റീസ് അഥവാ ജന്മനായുള്ള കഴിവുകൾ എന്നാണ് ഇന്നേറ്റ് ടാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നേറ്റ് ടാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസർഗികമായി ഒരു വ്യക്തിക്ക് ജന്മനാ ഉള്ള കഴിവുകൾ, അതിനെയാണ് ഇന്നേറ്റ് ടാലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എത്ര മാർക്സ് ആണ് അതിന് വെയിറ്റേജ് ആയിട്ട് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എംപവറിംഗ് വുമൺ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കതിന് എപ്പോഴും ഒരു ഉത്തരം ഇങ്ങനെ എഴുതി തുടങ്ങാം. നമ്മൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്കിങ്ങനെ എഴുതാം. നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറഞ്ഞ ആഫ്രിക്കൻ പഴഞ്ചൊല്ലിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആ ഉത്തരത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അതിൽ പെടുത്താം. നമുക്ക് വിദ്യാഭ്യാസം വ്യക്തികളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ടാലൻസുകളൊക്കെ പുറത്തു കൊണ്ടുവരും. വിദ്യാഭ്യാസം ഒരു ഓർഗനൈസ്ഡ് മെത്തേഡ് ഓഫ് ബ്രിങ്ങിങ് എ റിയൽ ടാലൻസ് ഓഫ് ഹ്യൂമൻ ബീങ് ഔട്ട് എന്നൊക്കെ നമുക്ക് എഴുതാം. ഇതിന് ആൻസർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. The role of education in empowering women is great. Education brings people from darkness to light.
According to Christine Lagarde, education is one of those prime factors that is required for empowering women. There is an African adage which states that when you educate a lady, a lady or a woman, it is equivalent to educate. Its benefit is being shared entirely into the village. But when we educate a man, it is just it is just benefiting him only, and it's not going to benefit much people. So education is one of those prime things which has to be emphasized in the empowerment of women, as it is an organized method of bringing out the innate talents of people into light. So we have to say that the role of education in empowering women is a very serious and most important one. Now let us move on to the next question. How can we promote more opportunities for women? ആ ക്വസ്റ്റ്യന് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അത് എഴുതുമ്പോഴും നമുക്ക് ഇങ്ങനെ എഴുതാം: we can promote opportunities to women by giving them reservations in the field of education, in the field of labor, in the field of leadership, and giving them more chances, more opportunities. Then in case of education, by giving them better high quality education. In field of labor, we have to say that they should be given job security, equal remuneration, equal chances, equal remuneration according to equal qualifications. So all these things can be mentioned in the as an answer to the second question, which carries about 3 marks. Now the third question comes: can speeches make an impact on human mind? The weightage is different. The weightage is it carries about 7 marks, and it is an essay question. So when it is coming to essays, we have to understand that essay carries about 7 marks. So we have to say or write the answer accordingly. Dear students, there was a power failure. After that, I'm continuing with this class. I'm thanking God for this online facilities. Now let us move on to the third question which we were discussing. The third question is: can speeches make an impact on human mind? പ്രസംഗങ്ങൾക്ക് മനുഷ്യ മനസ്സുകളിൽ ഒരു ചലനമുണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നമ്മൾ ഭാഷ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, പരീക്ഷയിൽ മാർക്ക് നേടേണ്ട ഒരു എക്സാമിനേഷൻ ഓറിയൻറ്റേഷൻ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എസ്സേ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് എസ്സേ എഴുതുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് വ്യക്തമായ ഒരു ഹെഡിങ് വേണം. ആ ഹെഡിങ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ തന്നെ എസ്സേക്ക് മറ്റും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണം, ഒരു മുഖവുര. നമ്മൾ എന്തിനെക്കുറിച്ചാണോ എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു ചെറിയ മുഖവുര വേണം, ഒരു പാരഗ്രാഫ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡിങ് തലക്കെട്ട് വളരെ ആപ്റ്റും ഷോർട്ടുമായിട്ടുള്ള ഒരു തലക്കെട്ടായിരിക്കണം. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ, ആദ്യം നമ്മൾ പറഞ്ഞു ഹെഡിങ്, പിന്നെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, പിന്നെ ബോഡി പാരഗ്രാഫ് അഥവാ കണ്ടൻറ്റ് പാരഗ്രാഫ്. എന്താണോ ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് മാറ്റർ അടങ്ങേണ്ടത് ഈ കണ്ടൻറ്റ് പാരഗ്രാഫിലാണ്. ഹയർ ലെവൽസിലൊക്കെ ഈ കണ്ടൻറ്റ് പാരഗ്രാഫിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ലെവലിൽ നമുക്ക് കണ്ടൻറ്റ് പാരഗ്രാഫിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട. കണ്ടൻറ്റ് പാരഗ്രാഫ് ഒരു സിംഗിൾ പാരഗ്രാഫ് ആയിട്ട് തന്നെ മതി. അതിനുശേഷം നമുക്ക് അവസാനം വരുന്നത് കൺക്ലൂസീവ് പാരഗ്രാഫ് അല്ലെങ്കിൽ കൺക്ലൂഷൻ പാരഗ്രാഫ്. കൺക്ലൂഷൻ പാരഗ്രാഫിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയനും ഉൾക്കൊള്ളിക്കാം. നമ്മളതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് വേണം കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. അപ്പോൾ ആ ഫോർമാറ്റ് ഒന്നുകൂടി ഞാൻ പറയാം: ടൈറ്റിൽ ഓർ ഹെഡിങ്, ദാറ്റ് ഷുഡ് ബി ആപ്റ്റ് ആൻഡ് ഷോർട്ട്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ബോഡി ഓർ കണ്ടൻറ്റ് പാരഗ്രാഫ്, രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ തേർഡ് പാരഗ്രാഫ് ഈസ് ദാറ്റ് the conclusive paragraph or conclusion paragraph, in which you can state your personal opinion. Now that is the format of writing essay. essay എഴുതേണ്ടതായ ഒരു ഫോർമാറ്റാണ് അത്. അതിൽ 7 മാർക്കോളം, ചിലപ്പോൾ 8 മാർക്കൊന്നും ചോദിക്കാറുണ്ട്. പബ്ലിക് എക്സാമിന് 8 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വേണം. ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്യാൻ സ്പീച്ചസ് മേക്ക് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ മൈൻഡ്? സോ വി ഹാവ് ടു റൈറ്റ് സ്പീച്ചസ്. ഹെഡിങ് ആയിട്ട് നമുക്ക് എഴുതാം: സ്പീച്ചസ് ചേഞ്ചസ് human mind.
That is one of the suggestions for the heading. It actually depends upon the individual. People who have better idea and better thoughts can put in their own heading. So while we start writing an essay, we should first put in that heading, speeches can change human mind. And let's move on to the first paragraph. In that we can say, speech is a method of changing human mind and bringing in new innovative ideas into minds. Speeches has created great revolutions when we check into the history of the world. Speeches does change people a lot. People get directed and guided by speeches of great orators. So I do feel speeches has its importance. Now let us move on to the content paragraph. When we come into the speeches that have changed the world, there are great examples. For example, the speech by Subhash Chandra Bose, where he said, "Give me your blood, I shall give you freedom." This made a lot of Indians join the Indian National Army. So that was the impact of his speech. So that is an example to show how speeches can change people. Now there are many other examples. Now the second example which I would like to pinpoint is that the Prime Minister of UK, the earlier ex-Prime Minister of UK, Winston Churchill has changed a lot of people's mind by using his sweat, tears, blood and toil speech. It created a lot of ripples in the Britain society. Similarly, John F. Kennedy, in his inaugural address, he just asked John F. Kennedy, the ex-American president, he just asked his people. He just asked people to know that to see what they can do for the country and not what the country can do for them. So these speeches did change a lot of people from their mind and it has influenced into their mind, and they have changed and they have started working according to the great orators' speeches. So these are the things which we have to put in the content paragraph. I just told some of those examples. Then the third paragraph we can say about as a conclusive paragraph, we can say that speeches just changes people's mind, and as I mentioned in the content paragraph, there are many examples. There are much more examples actually. Now even the Christine Lagarde speech, the 3 L's of empowerment, has created a great ripples in the society, and it has made the society look into the conditions of women, especially in the third world countries. So these are all the examples that shows that speeches can change people. Speeches can change the minds of people. So I am winding up my essay by stating the prime line that speeches does change people's mind. അങ്ങനെ നമുക്ക് ആ ഉത്തരം 3 പാരഗ്രാഫുകളായിട്ട് എഴുതി 7 മാർക്ക് വളരെ അലങ്കാര പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല ലാംഗ്വേജും നല്ല വൊക്കാബുലറികളും വാക്കുകളും പുതിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് 7 മാർക്കിൽ 8 മാർക്കൊക്കെ വരുമ്പോൾ അതിനൊരു 6 മാർക്ക് എൻ്റെ അടുത്തൊക്കെ 1 മാർക്കൊക്കെ എന്തായാലും നമുക്ക് ആ ഗ്രാമാറ്റിക്കൽ സിൻടാക്സ് പെർഫെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത് നോക്കുമ്പോൾ അത് കുറയും. അപ്പോൾ 7ൽ ഒരു 6 മാർക്കൊക്കെ വരെ ലഭിക്കും. 8 മാർക്ക് വരെയൊക്കെ ലഭിക്കാം. 8 മാർക്ക് ലഭിക്കില്ല, 7ൽ 6 മാർക്കും 8 മാർക്കിൽ 7 മാർക്ക് വരെയൊക്കെ ലഭിക്കാം. ഫുൾ മാർക്ക് കിട്ടാൻ എസ്സേ ക്വസ്റ്റ്യനിൽ സാധ്യത കുറവാണ്. മറ്റൊരു കാര്യം കൂടിയും നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. എസ്സേ എന്ന് പറയുന്ന ഈ ഫോർമാറ്റ് ഡിസൈൻ ചെയ്തത് ഒരു ഫ്രഞ്ച് റൈറ്ററാണ്, മിക്കാൽ മിൻറ്റോയിന് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് റൈറ്ററാണ്. പക്ഷേ ദ ഫാദർ ഓഫ് മോഡേൺ എസ്സേസ് എന്ന് വിളിക്കുന്നത് ഫ്രാൻസിസ് ബേക്കനെയാണ്. ആ ഫ്രഞ്ച് റൈറ്ററിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് അദ്ദേഹം ഇംഗ്ലീഷ് എസ്സേസിലേക്ക് മാറ്റി. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എസ്സേസ് എന്ന് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. I hope you all had a good session. Now we shall separate, or we shall part off, and we shall see in the next class. Till then, stay safe and take care. Bye.